ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ യാത്ര ഞാൻ സ്കൂളിലോട്ടാണ്, കുട്ടികളുടെ സ്കൂളിലാണ്. അപ്പം ആദ്യം എൻ്റെ മക്കളും പഠിച്ച നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ അതിൽ നിന്നും ഞാനിപ്പോൾ NSSലോട്ട് മാറ്റി. അപ്പം അവിടെ ഒന്നോട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി. അവിടെ മാറ്റിയപ്പോഴത്തേക്കും സ്കോളർഷിപ്പിന് ആലക്കോട് പള്ളിയാണേ. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കോട് പള്ളിയും അത് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് നിർമ്മല സ്കൂൾ. നമ്മുടെ ആലക്കോട് പള്ളി. ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കോളേജ് സെമിത്തേരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ കൂട്ടുകാരി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് പോവാം. അപ്പോൾ ഇതിൽ നേരെ പോകണം, വളഞ്ഞു കിട്ടണം. അതാകുമ്പോൾ ഞങ്ങൾ മറ്റേ കോളേജിൻ്റെ പുറകിൽ കൂടി ഇങ്ങനെ പോവാം. സ്കൂളിൻ്റെ പുറകിലാകുമ്പോൾ പെട്ടെന്ന് എത്തും. പിന്നെ റോട്ടിലെത്തി. ഇതിലെയാണ് വരേണ്ടത്. ആ കാണുന്നതാണ് നിർമ്മല സ്കൂൾ. അങ്ങനെ മാർക്ക് ലിസ്റ്റ് ഇവിടെ നിന്ന് മേടിച്ചിട്ട് വേണം NSSലോട്ട് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്കൂളിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ മാർക്ക് ലിസ്റ്റൊക്കെ ഇന്നലെ എഴുതി വെച്ചായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച്. ഇതാണ് സ്കൂൾ. 7ാം ക്ലാസ് വരെയാണ്. നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ പള്ളിയുടെ ബേക്ക് ഭാഗം. ഞാനിങ്ങനെ അതും മേടിച്ച് നിർമ്മലയിലോട്ട് NSSലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ്ട കൂട്ടുകാരി. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുക. അവിടെ എവിടെയും പോവുകയാണെങ്കിൽ അവളും ഉണ്ടാവും കൂടെ കേട്ടോ. എന്നെ പോലെ നല്ല തടിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഭയങ്കര തടിയാണ് രണ്ടും കൂടെ. ഇങ്ങനെ ഇപ്പോൾ സ്കൂളിലെത്തി, NSS സ്കൂളിലെത്തി. ബേക്ക് വശത്താണ്, മെയിൻ ഗേറ്റിൽ കൂടെ അല്ല പോയത്. ഇപ്പുറത്തെ ബേക്ക് വശത്താണ്. നേരെ പോയി ആ കാണുന്നതാണ് സ്കൂള്. ഇവിടെ നിന്ന് ഇത് 4ാം ക്ലാസ് വരെ. അതിന് മേലെ ഹൈസ്കൂളാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് ഉറവ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലാണ്. കാരണം ഞങ്ങൾ പഠിച്ച സ്കൂളല്ലേ. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, കൂട്ടുകാർ, ഞങ്ങളെല്ലാവരും പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ മക്കളും എൻ്റെ 3 മക്കളും അവിടെ പഠിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവർ ടീച്ചർമാരും സാറുമാരും നമ്മൾ പഠിപ്പിച്ചവർ തന്നെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ടീച്ചർമാർ പറയും പിള്ളേരോട്, നിൻ്റെ അമ്മേനെ പഠിപ്പിച്ചിട്ടുണ്ട്, അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നൊക്കെ പിള്ളേർ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഉച്ച സമയത്താണ് ഇത്. 1ാം ക്ലാസ്സിൽ എൻ്റെ ഇളയ മോള്, 3ാമത്തെ, അവൾ ചോറുണ്ടായിരുന്നു. ഹായൊക്കെ കൊടുത്തു. ഇപ്പോൾ 2ാമത്തെ ആളെ കണ്ടില്ല. അവളന്നേരം ബാത്റൂമിൽ പോയി എന്ന് പറഞ്ഞു. ഉച്ച സമയമല്ലേ, വേഗം വന്നു. പിന്നെ മൂത്തവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ കയറി പോകുന്നത്. അപ്പം ആങ്ങളയുടെ കൊച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നിച്ചുകൂട്ടിയും അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വരിക. എന്നെ അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കേട്ടോ. ഇനിയിപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോവാം. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.